കോഴിക്കോട് നിന്ന് പൈമ്പ്രയിലേക്കാണ് ആദ്യഘട്ടമായി ഈ ഉദ്ഘാടന സർവീസ് ആരംഭിക്കുന്നത്. ബസ്സിൽ നിരവധി ആളുകളാണ് ആദ്യഘട്ട യാത്രയിൽ പങ്കെടുക്കാനായി ഏറെ സന്തോഷത്തോടു കൂടി ഈ ബസ്സിൽ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയെ നോക്കിക്കാണുന്നത്? വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾ KPTC കേരള പ്രദേശ് ട്രാൻസ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ ഈ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഈ സൗജന്യ യാത്ര എന്നുള്ളതിൽ ഉപരിയായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ളതിലാണ് ഞങ്ങൾ അതീവ സന്തോഷമുള്ളത്. പിന്നെന്ന് വെച്ചാൽ ടൗണിൽ കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും ഈ ഒരു യാത്ര. പ്രത്യേകിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SIM ട്രാൻസ് പേഴ്സൺ എന്നുള്ളതിൽ അതീവ സന്തോഷത്തിൽ തന്നെയാണ്. വളരെ നല്ല കാര്യമാണ് ആയിട്ടാണ് തോന്നുന്നത്. ഒരു ചെറിയ പൈസയാണ് ദിവസേന കിട്ടുന്നതെങ്കിലും അത് കൂട്ടി വെക്കുമ്പോൾ ഒരു മാസത്തേക്കാകുമ്പോൾ ആ സ്ത്രീക്ക് വലിയൊരു തുകയായിട്ട് കിട്ടും. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമാണ് ഏറ്റവും ആദ്യം. അത് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള സ്വാതന്ത്ര്യങ്ങൾ തന്നെ വന്നോളൂ. അപ്പോൾ ഇതിൽ തുടങ്ങുന്നത് സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ ഒരു അംഗീകാരം ഞങ്ങൾക്ക് വളരെ സന്തോഷം തരും. കേരള ചരിത്രത്തിൽ തന്നെ VD സർക്കാരിൻ്റെ ഒരു പൊന്തൂവലാണ് ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന ഓരോ ആൾക്കാർക്കും ഒരു നിശ്ചിത തുക മാറ്റിവെച്ച് അത് വീട്ടിലേക്ക് ഉപകരിക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾക്ക് ഇത് വളരെ ഒരു ഉപകാരമാണ് കേരള സർക്കാരിൻ്റെ പ്രിയദർശിനി എന്ന പദ്ധതി. കാരണം അവരുടെ യാത്രാ ചിലവുകൾ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെയൊക്കെ പോകുന്നതിനൊക്കെ ഇതൊരു കുറച്ച് അറുതിയായിട്ട് വരുന്നുണ്ട്. പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ സമൂഹത്തെ സ്ത്രീകളെയും പിന്നെ ഈ ഒരു പദ്ധതിയിലൂടെ ചേർത്ത് പിടിച്ച നമ്മുടെ ഗതാഗത മന്ത്രി PC ജോൺ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ഒരു ചേർത്ത് പിടിക്കൽ സമൂഹം നമ്മളെ കൂടുതൽ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു നടപടിയായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. എല്ലാവരും പറഞ്ഞില്ലേ വോട്ടിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പം അതല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ അതെന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ച് വനിതകൾ. കേരളം കണ്ട ഏറ്റവും നല്ല പരിപാടിയാണ് നമ്മളെ ഈ വനിതകൾക്ക് കിട്ടിയത്. അത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. വളരെയധികം സന്തോഷമുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രി ആയതും ഇങ്ങനെയുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തതും എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയത് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഹാപ്പിയിലാണ്. ആരംഭം കുറിക്കാനായിട്ട് ഞങ്ങളുടെ മന്ത്രി CP ജോണിന് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ വാക്കിലല്ല, പ്രവൃത്തിയിലാണ്. അതാണ് ഇവിടെ നടപ്പിലാക്കി കാണിച്ചത്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യമാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടപ്പിലാക്കും. അതിൻ്റെ തുടക്കമാണ്. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന സർക്കാർ ഇവിടെ സർക്കാർ. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം, ഇത് ബഹിഷ്കരിച്ചവരുണ്ട്, ഇതിന് പ്രതിഷേധിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ സ്ത്രീകളും സഹോദരിമാരും ഇനി സൗജന്യമായി യാത്രയാണ്. സർക്കാരിന്റെ ഈ ഒരു പദ്ധതിയെ എല്ലാവരും നിറഞ്ഞ മനസ്സോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. എല്ലാവരും കയ്യടികളോടെ കരഘോഷങ്ങളോടെ തന്നെയാണ് ഈ ഒരു ആവേശ നിമിഷത്തെ സ്വീകരിക്കുന്നത്. ക്യാമറാമാൻ സജി തറയിലിനൊപ്പം അനഘ റീച്ച ഭരതൻ, കോഴിക്കോട്.